ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ജീവിതശൈലി രോഗങ്ങൾ, ലൈഫ് സ്റ്റൈൽ ഡിസീസിൻ്റെ പാർട്ട് 3 വീഡിയോ ആണ്. 2 രോഗങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ക്യാൻസറിനെ പറ്റി നോക്കാം. ഒരു പ്രധാന ജീവിതശൈലി രോഗമാണ് ക്യാൻസർ. നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ അനിയന്ത്രിതമായി വിഭജിച്ച് മറ്റ് കലകളിലേക്ക് പടരുന്ന രോഗാവസ്ഥയാണ് ക്യാൻസർ. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ കോശവിഭജന നിരക്ക് അനിയന്ത്രിതമായി ഉയരുന്ന രോഗമെന്ന് ചോദിച്ചാൽ അത് ക്യാൻസറാണ്. ക്യാൻസറിന് കാരണമാകുന്ന ജീനുകളെ ഓങ്കോ ജീനുകളെന്നാണ് പറയുന്നത്. ഓങ്കോളജി എന്താണെന്ന് ചോദിച്ചാൽ ക്യാൻസറുകളെയും മുഴകളെയും പറ്റിയുള്ള പഠനമാണ് ഓങ്കോളജി. രക്തം, ലിംഫ് എന്നിവയിലൂടെയാണ് ക്യാൻസർ കോശങ്ങൾ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നത്. ക്യാൻസർ ബാധിക്കാത്ത അവയവം, ക്യാൻസർ ബാധിക്കാത്ത പേശി എന്ന് ഏതൊക്കെ ചോദിച്ചാൽ ഹൃദയവും ഹൃദയപേശിയുമാണ് ആൻസറുകൾ. ഹൃദയത്തെയും ഹൃദയപേശിനെയും ക്യാൻസറുകൾ ബാധിച്ചിട്ടുണ്ട്, എന്നാൽ അത് വളരെ താഴ്ന്ന ഒരു നിരക്കിലാണ്. അതുകൊണ്ട് ഇപ്പോഴും PSCയുടെ ആൻസർ കീയിൽ ക്യാൻസർ ബാധിക്കാത്ത അവയവം ഹൃദയവും ഹൃദയപേശിയുമാണ്. എപ്പിത്തീലിയൻ കോശങ്ങളെ ബാധിക്കുന്ന ക്യാൻസറുകളെയാണ് കാർസിനോമ എന്ന് പറയുന്നത്. നമ്മുടെ അവയവങ്ങളുടെ ആന്തരിക കോശങ്ങളാണ് എപ്പിത്തീലിയൻ കോശങ്ങൾ. അവയെ ബാധിക്കുന്ന ക്യാൻസറാണ് കാർസിനോമ. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള യോജക കലകളാണ്. മനുഷ്യരിൽ ഏറ്റവും കൂടുതലുള്ള യോജക കല എന്ന് ചോദിച്ചാൽ അത് രക്തമാണ്. ആ യോജക കലകളെ ബാധിക്കുന്ന ക്യാൻസറുകളെ സർക്കോമ എന്നാണ് പറയുന്നത്. ഉദാഹരണം, അസ്ഥിനെയൊക്കെ ബാധിക്കുന്ന ക്യാൻസർ സർക്കോമയാണ്. അൾട്രാവയലറ്റ് രശ്മികൾ കാരണം ത്വക്കിനുണ്ടാകുന്ന ക്യാൻസറിനെ മാലിഗ്നൻ്റ് മെലനോമ എന്ന് പറയും. അൾട്രാവയലറ്റ് രശ്മികൾ കാരണം ത്വക്കിനുണ്ടാകുന്ന ക്യാൻസർ മാലിഗ്നൻ്റ് മെലനോമ. ക്യാൻസറിൻ്റെ കാരണങ്ങൾ പാരമ്പര്യവും പുകവലിയും റേഡിയേഷനും വൈറസും പാരിസ്ഥിതിക ഘടകങ്ങളൊക്കെ ക്യാൻസറിന് കാരണമാണ്. ക്യാൻസർ തിരിച്ചറിയാനുള്ള പരിശോധനയാണ് ബയോപ്സി ടെസ്റ്റ് എന്ന് പറയുന്നത്. ക്യാൻസർ തിരിച്ചറിയാനുള്ള പരിശോധനയാണ്. മാമോഗ്രാം ഉണ്ട്, അത് സ്തനാർബുദം തിരിച്ചറിയുന്നതിനുള്ള പരിശോധനയാണ്. പാപ്സ്മിയർ ടെസ്റ്റ് ഉണ്ട്, അത് ഗർഭാശയകളെ ക്യാൻസർ തിരിച്ചറിയുന്നതിനുള്ള പരിശോധനയാണ്. അപ്പോൾ കോശങ്ങളുടെ അനിയന്ത്രിതമായ വിഭജന നിരക്ക് മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് ക്യാൻസർ. ക്യാൻസറിന് കാരണമാകുന്ന ജീനുകളെ ഓങ്കോ ജീനുകളെന്ന് പറയും. ക്യാൻസറുകളെയും മുഴകളെയും പറ്റിയുള്ള പഠനം ഓങ്കോളജിയാണ്. ക്യാൻസർ ബാധിക്കാത്ത അവയവം എന്ന് ചോദിച്ചാൽ അത് ഹൃദയമാണ്. നമ്മുടെ എപ്പിത്തീലിയൻ കോശങ്ങളെ ബാധിക്കുന്ന ക്യാൻസറിന് പറയുന്ന പേര് കാർസിനോമ എന്നാണ്. ഉദാഹരണം ത്വക്കും ശ്വാസകോശവും സ്തനങ്ങളും ഒക്കെ. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ട ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്